ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കുവാണ്. സെറ്റാവുമെന്ന് അറിയില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരുപാട് പണിയുണ്ട്. ചോറ് വെക്കണം, കറി വെക്കണം, ചായക്കടി ആക്കണം, അത് പാക്ക് ചെയ്ത് വെക്കണം. ഇന്നെനിക്ക് ഓഫീസിൽ പോകാനും ഉണ്ട്. അപ്പം ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അവിടെയും പോകണം. അങ്ങനെ ഈ 10 മണിക്കുള്ളിൽ ഇതൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പം നോക്കിയാലോ, അതിനിടയ്ക്ക് വീഡിയോ എടുക്കണം. വലിയ ടാസ്ക്കാണ്. ട്രൈ ചെയ്താലോ? കുറേ നാളായി ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. പക്ഷേ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. നോക്കാം. വായോ. ഉണങ്ങാൻ വെച്ച ഷൂ ഉണങ്ങിയിരിക്കുകയാണ്. പിന്നെ രാത്രി എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് പിന്നെ രാവിലെ എണീച്ച് അധികം പണിയില്ല കേട്ടോ. പാത്രങ്ങളെല്ലാം വടിച്ച് വെച്ച് തുടച്ചെല്ലാം വെച്ചുകൊണ്ട് അപ്പം അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് പിന്നെ അവിടെ നിന്ന് വെന്തോളുമല്ല. കുത്തരിയാന്ന്, അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ കറി എന്ന് പറയുന്നത് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയതാണ്. അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ട് ഞാനിങ്ങനെ പച്ചക്കറികളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വെക്കുമായിരുന്നേ. നിങ്ങളിങ്ങനെ വെക്കലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വെക്കലുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടുമാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഉപ്പ് തീർന്നിട്ടുണ്ടായി. വാങ്ങി വെച്ചിട്ടുണ്ടായിനി, പൊട്ടിച്ചിട്ടാക്കിയിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ വെച്ചു പൊട്ടിച്ചിട്ട് ആക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഉപ്പ് നമ്മൾ ബൗളിലേക്ക് നിറയ്ക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ അങ്ങനെ മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളിയും നല്ല രീതിയിൽ വൃത്തിയാക്കുക. ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കുറച്ച് മോശം ഉരുളക്കിഴങ്ങായിരുന്നു. കുറച്ച് നാളായി വാങ്ങിയിട്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ കളയുക ചെയ്തത്. ചിരണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വേഗം തന്നെ കുക്കറിലിട്ട് വേവിക്കാമെന്ന് ചോദിച്ചു. ഒരു കഷ്ണം ഉള്ളിയും മുറിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കാം. പിന്നെ നമ്മൾ വേഗം തന്നെ ബീൻസൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഓർത്തത് ഗുളിക കഴിച്ചിട്ടില്ല. ഇനി ഒന്ന് തേങ്ങ ഉരിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് കുറച്ച് കാന്താരി വരയ്ക്കാം. പച്ചപ്പറങ്കി ഇല്ലാത്ത ഐസ് കാന്താരി വരയ്ക്കാം. രാവിലെ ഈ 3 കാര്യത്തിന് പുറത്തിറങ്ങുന്നുണ്ട്. ഒന്ന് തേങ്ങ ഉരിക്കാനും, പിന്നെ തേങ്ങ ഉരിക്കൽ തലേന്ന് ആക്കി വെച്ചാൽ മതി. പിന്നെ 2 കറിവേപ്പില ഉരയ്ക്കാൻ, 3 കാന്താരി ഉരയ്ക്കാൻ. അപ്പം നമുക്ക് കാന്താരി പറിച്ച് കഴിഞ്ഞു, തേങ്ങ ഉരിച്ച് കഴിഞ്ഞു, കറിവേപ്പില. ബീൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സമാധാനം, ഒരു കറി റെഡിയായി. ഈ രാവിലെ എണീച്ചിട്ട് ഓരോന്നോരോന്ന് ചെയ്യുമ്പം അത് ഒന്ന് തീർന്ന് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കുന്നവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയും വറുത്തരക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ തേങ്ങ വറുത്തരക്കുന്ന പരിപാടിയിലാണ് ഉള്ളത്. അതിനിടയ്ക്ക് സൈഡിൽ നമ്മൾ ചായയും വെക്കുന്നുണ്ട്. ചായ പാലില്ല, കട്ടൻ ചായ നിന്ന്.
രാവിലെ എണീച്ചേരം ചപ്പാത്തി ആക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചപ്പാത്തി ആക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ട് ഭയങ്കര ഇതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാം കൂടി ആകുമ്പോൾ നടക്കാത്തതുകൊണ്ട് ഞാൻ വേഗം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് കേട്ടോ. അത് ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ അവടിച്ചു വരണം. കണ്ടില്ലേ കാട്ടം, എന്ത് കാട്ടാ അല്ലേ. ഇവിടെ ആൾത്താമസമില്ലാത്ത വീട് പോലെ ഉണ്ട്. ഇതൊന്നും അല്ല, ഇന്ന് കുറച്ചേ ഇല്ലു കേട്ടോ. ഇത് രാത്രി കിടക്കുന്നതിന് കുറച്ച് മുന്നേ ഉണ്ടാക്കിയ കാട്ടങ്ങളാണ്. പേപ്പറും അതും ഇതെല്ലാം മുറിച്ചിട്ട് പിന്നെ നമ്മുടെ കറിയിൽ വറുത്തരച്ചത് നമ്മൾ ചേർത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി നമ്മളതിലേക്ക് വറുത്തിടേ വേണ്ട. അതിന് സൈഡിലൂടെ ഞാൻ ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ആക്കി എടുക്കുന്നുണ്ടേ. കുറച്ച് ബാക്കി വന്ന തേങ്ങ ഇട്ടിട്ടുണ്ടായിന്. അപ്പം ചിലവർക്ക് തേങ്ങയൊന്നും ഇഷ്ടമല്ല, എനിക്ക് തേങ്ങ ഇഷ്ടമാണ്, ഏട്ടന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ തേങ്ങ ഇട്ടിട്ടാക്കുമ്പോൾ കുറച്ച് നല്ല ഇതുണ്ടാവും, നല്ല രസമാണ്. ഇനി നമ്മൾ കറിയിലേക്ക് വറുത്തിടുകയാണ് ചെയ്യുന്നത്. ആ വറുത്തിട്ട പാത്രത്തിൽ തന്നെ കുറച്ച് കറി എടുത്ത് മാറ്റിയിട്ട് തണിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടി പോയി. മുട്ടയൊക്കെ പൊരിച്ച് സെറ്റാക്കി. അപ്പം പാത്രത്തിലേക്ക് ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് മിന്നൂനും കൊണ്ടുപോകാൻ ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പം ദോശ ഇട്ട് കൊടുത്തു. പിന്നെയാണ് പറഞ്ഞത് എനിക്ക് ദോശ വേണ്ട, എനിക്ക് രമമ്മേരത്തെ കടി മതി എന്ന് പറഞ്ഞു. എന്തൊക്കെയോ കളികളാണ് അതിന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ. അപ്പം പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനമായി. അപ്പം ഇന്നത്തെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഏട്ടന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് മക്കളൊക്കെ എണീച്ചിട്ടുണ്ട്. മക്കൾ ഒരാൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരാൾ കുളിക്കുന്നുണ്ട്. ഇനി അവരെയും കൂടെ റെഡിയാക്കി വിട്ട് കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായി. അത് കഴിഞ്ഞ് എനിക്ക് അലക്കോട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇവരെ ഒരുക്കി വിടലാന്ന് ഭയങ്കര ടാസ്ക്. കാരണം എന്തൊക്കെയോ വാശികളാണ്. അപ്പം ഞാൻ നേരെ മക്കളെയും വിട്ട് നേരെ ആലക്കോടേക്ക് പോവാന്ന് കേട്ടോ. തേർത്തലയിൽ വണ്ടി വെച്ചിട്ടുണ്ട്. തേർത്തലയിൽ വണ്ടി വെച്ചിട്ടാണ് ആലക്കോടേക്ക് ബസ്സിന് പോവുക ചെയ്തത്. ഇപ്പോൾ ഷോപ്പിലെത്തി. ഷോപ്പിൽ ഏട്ടനോടി ഉണ്ട്, എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. ഷോപ്പിൽ ജസ്റ്റ് കയറിയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം എനിക്ക് അവിടുന്ന് മാഡവും സാറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിനെ. ഫുഡ് കഴിക്കാൻ കയറിയതല്ല, രാവിലെ ഏട്ടൻ കൊണ്ടുപോയത് തന്നെയാണ് നമ്മൾ രണ്ടാളും കഴിച്ചിട്ടുണ്ടായിനി. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാമും പിന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ ശിവേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രീമിയം ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അടിപൊളി ഷോപ്പാണ്, നല്ല അടിപൊളി കളക്ഷൻസാണ്. നമ്മൾ ആലക്കോടുള്ളവർ ആരെങ്കിലും നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ്, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ ഞാൻ നേരെ തിരിച്ചു, കാരണം ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എണ്ണയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തേർത്തൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടീനോട് പറഞ്ഞു ഇനി ഇങ്ങനെ എണ്ണ കുടിക്കാൻ പാടില്ല, 1 മാസത്തേക്കെല്ലാം തന്നിട്ടുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ പഴംപൊരിയൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോടും വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയേട്ടാ. വീട്ടിലെത്തുമ്പോഴത്തേക്ക് അതാ ചത്ത കോയിനെ പോലെ ആയിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ച് റെഡി ആവാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ടും സെറ്റായിട്ടുണ്ടായിട്ടാ, കാരണം നല്ല രീതിയിൽ ജലദോഷം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏട്ടൻ എത്തിയിട്ടുണ്ട്. ഏട്ടൻ വരുമ്പം തലേന്ന് അമ്മ കൊടുത്തേച്ചിട്ടുണ്ടായിനി കുറച്ച് മാടായിപ്പാറയിലത്തെ പ്രസാദം. അപ്പം അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.